ഹലോ ഗൈസ്, ഇതിപ്പം സമയം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വൈകിട്ട് ചായയും പാപ്പവും ഒക്കെ കഴിക്കാനുള്ള സമയമായി. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചാലഞ്ച് വീഡിയോയുടെ ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇങ്ങനെ മുറിച്ച് വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നാളെ തൊട്ട് ഇങ്ങനെ മുറിച്ചായിരിക്കത്തില്ല വീഡിയോ ചെയ്യുന്നത്. നാളെ തൊട്ട് ഒറ്റ വീഡിയോയിലായിരിക്കും എല്ലാ കണ്ടൻറ്റും ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയുടെ ടൈം വെച്ചിട്ട് നാളെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ നിങ്ങൾ കമൻറ്റ് ഇട്ട് എൻ്റെ അടുത്ത് പറയണം. അപ്പം നാളെ തൊട്ട് ഞാൻ ഇങ്ങനെ മുറിച്ച് വീഡിയോ ചെയ്യത്തില്ല. 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ച ഒരിക്കലൊക്കെ ആയിരിക്കും ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് 2 മാസത്തിന് ശേഷം റിസൾട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് അതിൽ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തു, മെസ്സേജ് ചെയ്തായിരുന്നു, അതാണ് കുറേ കൂടെ ബെറ്റർ എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. എന്നാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും അതിൻ്റെ കൂടെ പഴം കഴിക്കുന്നത് നല്ല കേട്ടോ. ഞാൻ വൈകുന്നേരം പഴം കഴിക്കും, രാവിലെയും കഴിക്കും, കിടക്കുന്നതിന് മുന്നേ കഴിക്കും. പിന്നെ ഓട്സ് കഴിച്ചില്ലല്ലോ എന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടായിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമല്ലാത്തവരും രാത്രി കിടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും പഴം കഴിക്കുന്ന ഇഷ്ടമല്ലാത്തവരോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സ് കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തവരെല്ലാം പാല് ചേർത്ത് മധുരം ഇട്ട് ഓട്സ് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ ഇവിടെ സജീവമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ ഇപ്പോൾ കാപ്പി കുടിക്കുന്നുണ്ട്. കാപ്പി കുടിച്ചിട്ട് ഞാൻ ചെയ്യുന്ന മണ്ടത്തരം ആരും ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ പഴം തിന്നുകൊണ്ട് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മുടെ ഫുഡ് ടൈമാണ്. 7:30 നമ്മുടെ ഫുഡ് ടൈം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. ഈ കുരങ്ങ് മോന്തിയുള്ളതാണ് എൻ്റെ അമ്മ. സമയം 7 മണി. നമ്മൾ 7 മണിക്ക് ഫുഡ് കഴിക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും 7 മണിയല്ല ഗൈസ്. ഇപ്പോൾ എത്ര മണിയാണെന്ന് വെച്ചാൽ 7:30 ആവാറായി. ശരിക്കും 7:30 ആവാറായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ എന്നെ ചതിച്ചു. ഞാൻ അമ്മയുടെ അമ്മ ചോറ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്നാൽ പിന്നെ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചുകൂടെ? എനിക്ക് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല ഗൈസ്. എനിക്ക് വലിയൊരു മാരക രോഗമുണ്ട്. അമ്മ എടുത്ത് തന്നാലേ എനിക്ക് ആഹാരം ഇറങ്ങത്തുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, ഇതെന്തോ സാധനം എന്ന് അറിയാമോ? ഇത് മറ്റേ കൊഞ്ചില്ലേ, കൊഞ്ചിൻ്റെ അച്ചാറാണ്. ഞാൻ ഭയങ്കര കരുതി പോയിട്ട് ചെമ്മീൻ അച്ചാറെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ നമ്മൾ വീട്ടിൽ പൊരിക്കത്തില്ലേ, വീട്ടിൽ പൊരിക്കുന്ന ചിക്കൻ പീസ് ഇല്ലേ, ചിക്കൻ പീസ് എന്ന് വീട്ടിൽ പൊരിക്കുന്ന കൊഞ്ചില്ലേ, അതുപോലെ ഇരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കൊള്ളില്ല എന്ന് വെച്ചാൽ കൊള്ളില്ല. എൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, കൊഞ്ചെന്ന് വെച്ചാൽ വായി വെക്കുമ്പോൾ നമുക്ക് കഴിക്കും. അല്ലാതെ സാധനം ഉണ്ടല്ലോ, കൊഞ്ചല്ലാതെ അതിൻ്റെ ഗ്രേവി പോലത്തെ സാധനം, അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ നമ്മൾ മാങ്ങ വാങ്ങിച്ചാൽ മതിയായിരുന്നു. മാങ്ങയ്ക്ക് ഇതിന് ഏകദേശം ഒരേ ടേസ്റ്റ്. ആ കൊഞ്ചിന് മാത്രമുണ്ട് ഇച്ചിരി കയ്പ്പ്. ഞാനിപ്പോൾ 9 മണിയായപ്പോഴത്തേക്കും വീണ്ടും പഴം കഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ടാണ് കിടക്കുന്നെങ്കിൽ നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും ഒന്നും കൂടെ പഴം കഴിക്കുകയോ അല്ലെങ്കിൽ ഓട്സ് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഇനി എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ, സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കെ, ബൈ.